കഴിഞ്ഞ ദിവസത്തെ ന്യൂ ഇയർ ഈവ് ഗംഭീരമാക്കിയത് നമ്മുടെ സുധീരൻ സാറാണ്. ഇന്ന് പ്രഭാതത്തിൽ സുധീരൻ സാറിൻ്റെ പ്രകടനങ്ങളെ സംബന്ധിച്ചുള്ള കുറിപ്പുകളും വാർത്തകളുമൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് സാറ് സുധീരൻ സാറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സാധാരണ ഈ JCB അല്ലെങ്കിൽ റോഡ് റോളർ എന്നൊക്കെ പറയുന്ന സംഗതികൾ വാടകയ്ക്കെടുത്ത് മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ സുധീരൻ സാർ ആദർശവാനായ ഒരു JCB ആണ്. പക്ഷേ മറ്റ് JCBയിൽ നിന്നുള്ള വ്യത്യാസം അദ്ദേഹം പൊളിക്കുന്നത് എപ്പോഴും സ്വന്തം വീടാണ്, സ്വന്തം പാർട്ടിയാണ്, സ്വന്തം ഭരണത്തെയാണ്, സ്വന്തം സംഘടനയാണ്. ആദർശമുള്ള JCB ആയതുകൊണ്ട് അത് അംഗീകരിച്ച് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങളെയും എല്ലാവരെയും അറിയിക്കാൻ ഉചിതം സ്വന്തം വീട് പൊളിക്കുമ്പോഴാണ് എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നതാണ്. ഒപ്പം അയൽക്കാരെല്ലാവരും കൈയടിക്കുകയും ആദർശവാനായ ആ JCBയെ ജയ്ഹോ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഏതായാലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സുധീരൻ സാർ ആദർശവാനായ ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് എപ്പോഴും ആദർശത്തിൽ എന്തെങ്കിലും വ്യതിയാനം വന്നാൽ പ്രത്യേകതരം ആദർശോമാനിയാസിസ് എന്ന് പറയുന്ന ഒരു കലശലായ രോഗം പിടിപെടും. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം മറന്ന് ഈ ആദർശത്തിന് വേണ്ടി പടവാളെടുത്ത് അങ്ങോട്ട് വീശും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദം എല്ലാ കാലത്തെയും എന്ന പോലെ പ്രതിനായക വേഷം കെട്ടി ആദർശം തെളിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ പണ്ടൊക്കെ ആദർശം പറയുമ്പോൾ സുധീരൻ സാറിൻ്റെ ആദർശം കേട്ട് ഒരുപാട് പേരുടെ രോമങ്ങൾ എഴുന്നേൽത്ത് നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ രോമങ്ങൾ പോലും കൊഴിഞ്ഞു പോവുകയാണ് പതിവ്. കാരണം ആദർശം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന പദവികളിലൊക്കെ എത്തിയപ്പോൾ എത്രമേൽ ആദർശം കാത്തു സൂക്ഷിച്ച ആളാണെന്നും എത്രമേൽ സംഭാവനകൾ നൽകിയ ആളാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് കലശലായ ഈ ആദർശരോഗം പിടിപെട്ടത് കഴിഞ്ഞ UDFന് കിട്ടിയ രാജ്യസഭാ സീറ്റ് നമ്മുടെ KM മാണി സാറിൻ്റെ മകന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നൽകിയപ്പോഴാണ് ഈ ആദർശമാനിയാസിസ് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് കടന്നുകൂടിയത്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും KPCC പ്രസിഡൻ്റ് ആയതോടുകൂടി ആ രോഗം വല്ലാതെ കുറയുകയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രോഗം എന്താണെന്ന് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു. ഏതായാലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ്സിൽ 4-5 ഗ്രൂപ്പായി അങ്ങനെ വല്ലാതെ തകർന്നടിഞ്ഞു പോകാൻ പോകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യം. എൻ്റെ സുധീരൻ സാറേ, അങ്ങ് KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണ് ഈ പറയുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹികളുടെ എണ്ണം എല്ലാ സന്തുലിതാവസ്ഥയും തെറ്റിച്ച് 100-150 പേരെ ഭാരവാഹികളാക്കി അതിൽ പകുതി പേരെയും യാതൊരു കാശിനും കൊള്ളാത്ത ഇദ്ദേഹത്തിന് വിധേയമാവുകയും കീഴ്പ്പെടുകയും അണിയായി നിൽക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പിടിച്ചു കൊടുത്ത് അദ്ദേഹം ആദർശം തെളിയിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ആ പാർട്ടിക്ക് പിടിപെട്ട രോഗം ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് ഒരു പച്ചയായ സത്യം. പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാധാരണ ഒരു നേതാവായിരിക്കാൻ ആരെയെങ്കിലും 10 പേരെ ഒപ്പം കൂട്ടുകയും അവരെ കൂടെ നിർത്തുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇടപെടുകയും ഉറക്കമൊഴിയുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബാധ്യതയാണ്. എന്നാൽ സുധീരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം 8:30 ഉറങ്ങും, രാവിലെ 6 മണിവരെ ശാന്തമായി ഉറങ്ങും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് നമ്മുടെ വീട് പൊളിക്കുന്നത്, അതിനെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവേഷണ ബിരുദധാരിയാണെന്ന് മാത്രമല്ല, അതിലാണ് അദ്ദേഹത്തിൻ്റെ കലയും കഴിവുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എന്നൊക്കെ പറഞ്ഞ് അങ്ങിപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങിരുന്ന കാലത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. അന്നൊക്കെ ഭാരവാഹിയായവർ പോലും അത് കണ്ട് ഓർമ്മയില്ലാതെ വീണു പോയിട്ടുണ്ട്. ഞാനാണോ ഈ ഭാരവാഹി എന്ന് സംശയിക്കത്തക്ക വിധം അത്ര ഉചിതരും ശക്തരുമായ ആളുകളെയാണ്
അങ്ങ് KPC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഇതിൽ നിറച്ചു വെച്ചത്. പിന്നെ രണ്ടാമത്തെ അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും പണിയെടുക്കാതെ വിമർശിക്കുക എന്നുള്ളതാണ്. ഒരു കാലത്ത് കെ കരുണാകരൻ സാറ് കേരളം മുഴുവൻ ഓടി നടന്ന് ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെക്കുറിച്ച് ഇനി പറയാനൊന്നുമില്ലാത്ത വിധം പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പണി തീർന്ന് വിശ്രമത്തിലായപ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് മാക്രിച്ചാട്ടം ചാടി അദ്ദേഹത്തോടൊപ്പം കൂടി അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങി. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ KPCC പ്രസിഡൻ്റായിരുന്ന അങ്ങ് തകർത്തിട്ട് പോയതാണ് ആ പാർട്ടിയെ ഈ സംസ്ഥാനത്ത്. പിന്നീടത് ഗതി പിടിച്ചിട്ടേയില്ല. രമേശ് ചെന്നിത്തലയൊക്കെ KPC പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഈ പറയുന്ന പല വിമർശനങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ ഒന്നെങ്കിൽ ഒരു പരിശീലന കേന്ദ്രം, പ്രസിദ്ധീകരണ വിഭാഗം, ചാനൽ, പിന്നെ ഒന്നുമല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഓടി പണിയെടുക്കുന്ന ഒരാളുമൊക്കെ ആയിരുന്നു. ഉമ്മൻചാണ്ടി സാർ ആകട്ടെ ഊണുമുറക്കവുമില്ലാതെ കേരളം മുഴുവൻ സഞ്ചരിച്ചിരുന്ന ഒരാളുമാണ്. എന്നാൽ ആദർശവാനും എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും കണ്ടുപിടിക്കുന്ന ഈ പറയുന്ന വളരെ ഉന്നതനായ ഒരു ഭിഷഗ്വരനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന അങ്ങയുടെ കാലത്ത് അങ്ങെടുത്ത തീരുമാനങ്ങളാൽ പൊളിഞ്ഞു പാളീസായി പോയതാണ് കോൺഗ്രസ് പാർട്ടി. അന്ന് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ മുഖ്യമന്ത്രിയുടെ ആ സ്വീകാര്യതയൊക്കെ കണ്ട് തൻ്റെ ആദർശം പ്രകടിപ്പിക്കാൻ ഇതുതന്നെയാണ് നല്ല അവസരമെന്ന് കരുതി JCB പ്രവർത്തിപ്പിച്ച് ബാറുകളെല്ലാം അടയ്ക്കണം, മദ്യം മുഴുവൻ നിർത്തണം, അവിടെ അഴിമതി ഇവിടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് വലിയ ആദർശമൊക്കെ കളിച്ചിട്ട് പിന്നീട് അതേ ബാറുകൾ തുറക്കുകയും അതിനേക്കാൾ കൂടുതൽ നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു ബാറിൻ്റെ തിണ്ണയ്ക്ക് പോയി ഒരു 10 മിനിറ്റ് ഇരുന്ന് തൻ്റെ നിലപാട് അറിയിക്കാൻ പോലും മെനക്കെടാത്ത അങ്ങാണ് ഇപ്പോൾ പാർട്ടി രാജ്യതലത്തിൽ തകർന്നു പോകും എന്നൊക്കെ പറയുന്നത്. സുധീരൻ സാറ് മനസ്സിലാക്കേണ്ടത് ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് ക്ഷീണവും ക്ഷയവും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും 2 എണ്ണം പോകുമ്പോൾ ഒരു സ്റ്റേറ്റെങ്കിലും പിടിക്കാൻ, എന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ, മെനക്കെടാൻ, ഒന്നുമല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കാൻ, വെയിൽ കൊള്ളാൻ, കഷ്ടപ്പെടാൻ, ED ചോദ്യത്തിനായി വിളിക്കുമ്പോൾ മണിക്കൂറുകളോളം അവിടെ പോയി ഇരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ത്യാഗമെങ്കിലും ഇത് കൊണ്ടു നടന്നവർ സഹിക്കുന്നുണ്ട്. അങ്ങ് അറിയേണ്ടത് ആ പദവിയിലിരിക്കുന്ന പലർക്കും അങ്ങേക്ക് കിട്ടിയതിൻ്റെ അത്രയും പോലും സർക്കാർ പെൻഷൻ കിട്ടാത്തവരാണ്. സോണിയാഗാന്ധിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കുമൊന്നും കേന്ദ്രമന്ത്രിമാരാകാനോ അല്ലെങ്കിൽ സ്പീക്കറാകാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പദവികളിലേക്ക് എത്താനോ ഒന്നും കഴിഞ്ഞിട്ടുള്ളവരല്ല. അങ്ങയ്ക്ക് ആരോഗ്യ സഹായ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും തന്നിട്ടുള്ളത് ഇതേ ഹൈക്കമാൻഡൊക്കെ തന്നെയാണ്. അവർക്ക് അവരുടെ വിഷയത്തിൽ അവരെ ക്ഷണിച്ചാൽ അവർ തീരുമാനമെടുക്കാൻ പ്രാപ്തരാണ്. ഏതായാലും ഇവിടെ ഈ പാർട്ടിയെ തകർത്ത ഒരാളിൽ നിന്ന് വിളിച്ച് എന്താണെന്ന് പഠിക്കാനുള്ള ഒരു സംഗതിയൊന്നും അവർക്ക് ആവശ്യമേ ഇല്ല. പിന്നെ സാമ്പത്തിക സ്ഥിതിയിലെ നെഹ്റുവിയൻ വ്യതിയാനങ്ങളെക്കുറിച്ച് ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനും ഈ പറയുന്നത് പോലെ ആദർശം ചവച്ചരച്ച് കുടിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താനും ഈ പ്രതിനായക വേഷം കിട്ടിയല്ലാതെ തനിക്കൊരു രാഷ്ട്രീയ ജീവിതമോ ആയുസോ ജീവിച്ചിരിക്കുന്നു എന്ന ആളുകളെ അറിയിക്കാനുള്ള മാർഗമോ ഇല്ലെന്ന് നന്നായി അറിയാവുന്ന ഒരാളിൻ്റെ അഭ്യാസമായിട്ടേ അണികളൊക്കെ കാണൂ. അങ്ങയെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. അങ്ങ് ഏതാണ്ടൊക്കെ സംഭാവനകൾ ഈ പാർട്ടിക്ക് നൽകി എന്നൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം അങ്ങ് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നത് കേട്ടു. ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു, കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ അപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. അതിനെന്ത് ചിലവാണ് സാറേ ഉള്ളത്? ഒരലക്കിയ മുണ്ടും ഉടുപ്പും വേണം, പിന്നെ വേണ്ടി വന്നാൽ കുറച്ച് ഡൈ ഉപയോഗിക്കണം, പിന്നെ വണ്ടിക്കകത്ത് 2 മണിക്കൂറോ 1 മണിക്കൂറോ സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ മുഴുവൻ ആദർശം കൂടി പണിയെടുക്കുന്ന കേസുകളുള്ള പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ വിളമ്പി വെച്ച് മടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അങ്ങ് മെനക്കെട്ട് ഇടപെട്ട് പരിഹരിച്ച അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിഷയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പേപ്പർ എടുത്ത് എഴുത്തെഴുതാൻ അങ്ങയ്ക്ക് മാത്രമല്ല, ഇവിടുത്തെ അക്ഷരവും പേപ്പറും പേനയും അറിയാവുന്ന കയ്യിലുള്ള ആർക്കും സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് ഇന്നലെ ഹൈക്കമാൻഡിന് കത്തെഴുതി
5 ഗ്രൂപ്പ് ആവാൻ പോകുന്നു, 4 ഗ്രൂപ്പ് ആവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കേട്ടു. അങ്ങേ ഏൽപ്പിച്ചപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഗ്രൂപ്പാണെങ്കിൽ കുറച്ച് ആ ഗ്രൂപ്പിൻ്റെ യോഗ്യതാ മാനദണ്ഡമെങ്കിലും വരും. ഇത് അതുപോലും വരാതെ സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന ആളുകളെ മുഴുവൻ വിളിച്ച് അകത്ത് കയറ്റുന്നത് പോലെ ഈ ഭീമാകാരമായ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി സ്വന്തം ശക്തി തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ച് ആദർശമൊക്കെ പറഞ്ഞ് പിൻവാങ്ങിയതല്ലാതെ വേറെ വല്ലതും നടന്നോ? ഈ KPCC ആഫീസിൻ്റെ ഒരു കട്ടള ഇളക്കി വെക്കാൻ അങ്ങേക്കൊണ്ട് പറ്റിയോ? പറ്റിയില്ലെന്ന് മാത്രമല്ല, അങ്ങ് ആദർശമൊക്കെ പറഞ്ഞ് കസേരയിൽ ഇരിക്കുമ്പോഴും ചെലവിനുള്ള കാശ് അന്നും ഉമ്മൻചാണ്ടി സാറോ രമേശ് ചെന്നിത്തലയോ ഒക്കെ ഒപ്പിച്ച് അങ്ങേക്ക് തരണം. അവരുടെ ചെലവിൽ അങ്ങ് ആദർശം പറയും. അവർക്ക് എവിടുന്നെങ്കിലും കാശ് കിട്ടുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അതടയ്ക്കുന്ന സൈസ് ആദർശവും അങ്ങ് പ്രസംഗിക്കും. കഷ്ടമാണ്, വളരെ കഷ്ടം. ഇതൊക്കെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് അങ്ങൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. പിന്നെ പാർട്ടി ഇതായതുകൊണ്ട് അങ്ങേക്ക് ഇങ്ങനെയൊക്കെ കത്തെഴുതാം, പത്രസമ്മേളനം നടത്താം, പറയാം, വിമർശിക്കാം, ഒക്കെ ചെയ്യാം. മറ്റ് പാർട്ടിയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ എന്നേ ഫ്യൂസ് ഊരി എവിടെയെങ്കിലും ഇരുത്തിയേനെ. പിന്നെ സുധീരൻ സാർ അറിയേണ്ടത്, ഈ CPM-നകത്തും 2 തവണ ജയിച്ചവരെയൊക്കെ അവർ മാറ്റിയിരുത്തി അവർ സന്തോഷവാന്മാരായി വീട്ടിലിരിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചിലർക്കൊക്കെ പെറുവെറുപ്പൊക്കെ ഉണ്ടാകാം, അതൊക്കെ വീട്ടിലേ പറ്റൂ. ഇത് അങ്ങേക്ക് എന്തെങ്കിലും ഇല്ലാതിരുന്നാൽ പിന്നെ ആദർശമെടുത്ത് വീശി വന്നു നിന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിലൊക്കെ തകർത്താടി ഈ കപടവേഷവും ഈ പ്രതിനായക വേഷവുമൊക്കെ എന്തിനാണ് ഇങ്ങനെ പ്രകടിപ്പിച്ച് തീർക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ വലിയ മേലിണങ്ങി ഒരു പണിയും ചെയ്യാതെ ഇത്രയുമൊക്കെ സ്ഥാനങ്ങൾ തന്ന, ചുമന്നുകൊണ്ട് നടന്ന സാധാരണക്കാരായ പാർട്ടിക്കാരുടെ ഒരു മാനസികാവസ്ഥയെങ്കിലും ചിന്തിക്കണ്ടേ? ഏതായാലും സ്വന്തം കാര്യങ്ങൾ പോലും നിയന്ത്രിക്കാതെ സ്വയം തകർന്നു പോയ ഒരു തമ്പുരു ഹൈക്കമാൻഡിനെ റെഡിയാക്കാൻ വേണ്ടിയുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്.